ഓക്കെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. നമ്മൾ ബ്രൗസർ എടുത്തു. ബ്രൗസറിനകത്ത് എടുത്തിട്ട് ഫ്ലട്ടർ ഡൗൺലോഡ്സ് എന്നുണ്ട് സെലക്ട് ചെയ്തു. അതിനകത്ത് നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ഫ്ലട്ടർ എന്നുള്ള എടുത്ത് ഇതിനകത്ത് നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന വിൻഡോസിലാണ്. അപ്പോൾ വിൻഡോസ് എടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സിസ്റ്റം റിക്വയർമെൻറ്റ്സിനകത്ത് ഇപ്പോൾ ആവശ്യമുള്ളത് ഗിറ്റ് ആവശ്യമുണ്ട്. ഗിറ്റ് സിസ്റ്റം ഫോർ ഗിറ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പോസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് ഈ ഫ്ലട്ടറിൻ്റെ സിപ്പ് ഫയലാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് പോസ് ചെയ്യാണ്. അടുത്ത് നമുക്ക് വേണ്ടത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജിറാഫ് എന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അതും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത് സിപ്പ് ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത് സിക്കകത്തോട്ട് തന്നെ. ഓക്കെ, സിക്കകത്ത് ഇവിടെ ഇപ്പം എക്സ്ട്രാക്ട് ചെയ്യുമ്പം ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇട്ട് വരും. ഇത് കുറച്ച് ടൈം എടുക്കും. വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സിക്കകത്ത് ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലട്ടർ പാക്കേജിൻ്റെ പാത്ത് സെറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളടുത്ത് പാത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നമ്മൾ കമാൻഡ് എടുത്ത് ഓക്കെ, നമ്മൾ ഫ്ലട്ടർ ഡോക്ടർ എന്ന് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഇത് കണ്ടോ, ഫ്ലട്ടർ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ പാത്ത് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പാത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ എഡിറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്നടിക്കുക. ഓക്കെ, വരും. അതിനകത്ത് എൻവയോൺമെൻറ്റ് വേരിയബിൾസ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം ഇവിടെ യൂസറും ഉണ്ട്, സിസ്റ്റവും ഉണ്ട്. ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞേക്കുന്നത് ഓക്കെ, യൂസറി അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. യൂസർ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് യൂസറിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ന്യൂ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അതിൽ ഇവിടെ ബ്രൗസ് ഇല്ലേ, ബ്രൗസ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ മുമ്പേ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്തില്ലേ ഫ്ലട്ടറിൻ്റെ, അത് നമ്മൾ സിയിലല്ലേ ചെയ്തത്. അപ്പം സിക്കകത്തിടുക. സിക്കകത്ത് ഫ്ലട്ടർ. നമ്മൾ ഫ്ലട്ടറിനകത്ത് ഫ്ലട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബിന്ന് തന്നെ സെലക്ട് ചെയ്യണം. ബിന്ന് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇതെല്ലാം ഓക്കെ അടിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ കമാൻഡ് പ്രൊമൻറ്റ് എടുക്കും. ഫ്ലട്ടർ ഡോക്ടർ. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് സക്സസ് ആയിട്ടുണ്ട്. അതിപ്പം ആ ഒരു പാക്കേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ നമുക്ക് ഗിറ്റിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഗിറ്റും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഗിറ്റിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട. ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്ന സെറ്റിങ്സ് എല്ലാം ഇത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ഇത് ഫയല് പ്രോജക്റ്റിനകത്ത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട. നെക്സ്റ്റ് അടിക്കുക. പാത്തിനകത്ത് പാത്ത് റെക്കമെൻഡ്. ഓക്കെ, പാത്ത് നെക്സ്റ്റ് അടിക്കുന്നു. ഗിറ്റ് നമ്മൾ ഒരു മാറ്റവും വരുന്നില്ല, എല്ലാം നെക്സ്റ്റ് അടിച്ച് പോകും. ഓക്കെ ഓക്കെ, ഗിറ്റ് അങ്ങനെ കംപ്ലീറ്റ് ഉണ്ട്. അടുത്ത് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം.
യെസ് കൊടുക്കുക. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ല, ഇച്ചിരി ടൈം ഓടിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ഈ ഫയലിൽ ഒന്നും ചെയ്യേണ്ട, അടുത്ത ആപ്ലിക്കേഷനിൽ. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, അപ്പം ഒന്നുമില്ല. ഓക്കെ, അതിപ്പം നമ്മുടെ ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന യൂസേജൊക്കെ ഗൂഗിളിന് അയക്കണുണ്ടോ വേണ്ട അയക്കണ്ടോ നോട്ട് സെൻഡ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് പ്രിൻ്റ് ആർക്കായിരിക്കും നല്ലത്. ഇത്രയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് അടിക്കുമ്പം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ അക്സെപ്റ്റ് കൊടുത്താൽ മാത്രമേ ഇതാകത്തുള്ളൂ. ഇത് മാത്രം കൊടുത്താൽ പോരാ, നമ്മളിവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ലൈസൻസും അക്സെപ്റ്റ് ചെയ്യണം. എക്സ്ട്രാ ലൈസൻസ് ഫിനിഷ് കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും. ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പം അടുത്ത നമ്മളിനിയും ഫ്ലട്ടറിൻ്റെ പ്ലഗിൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് പ്ലഗിൻസ് എടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ അതിൽ ഫ്ലട്ടർ സെർച്ച് ചെയ്യുക. ഓക്കെ, ഫ്ലട്ടർ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഫ്ലട്ടറിൻ്റെ കൂടെ ഡാർട്ടിൻ്റെ പ്ലഗിനോട് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീസ്റ്റാർട്ട് ആവണം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് റീസ്റ്റാർട്ട്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ കമാൻഡ് ഫോർമാറ്റ് എടുത്ത് ഫ്ലട്ടർ നമുക്കിപ്പം ഇപ്പം ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഫ്ലട്ടറിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പം ഇതിൽ അത് ടിക്ക് ചെയ്തതാണ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് ഞാൻ ടിക്ക് ചെയ്ത് കാണിക്കുക. അടുത്തത് നമുക്ക് ചെയ്യാനുള്ള എന്തുവാ, ആൻഡ്രോയിഡ് ടൂൾ ചെയിൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഇൻസ്റ്റാൾ കമ്പനി അതപ്പം നമുക്കത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ ചെയ്യാം. അത് ചെയ്യാൻ നമ്മൾ ഓപ്ഷൻ എടുക്കുക, എസ് ഡി കെ മാനേജർ എടുക്കുക. ഓക്കെ, അതിനകത്ത് എസ് ഡി കെ ടൂൾസ് അല്ലേ. ഓക്കെ, ഓക്കെ, എസ് ഡി കെ ടൂൾസിനകത്ത് തന്നെ ആൻഡ്രോയിഡ് എസ് ഡി കെ കമാൻഡ് ലൈൻ ടൂൾസ് എന്നുള്ള ഡൗൺലോഡ് ചെയ്യുക. അത് 129 MB എന്തോ 141 MB. ഓക്കെ ആയിരിക്കും. നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫ്ലട്ടർ ഡോക്ടർ ഓക്കെ. ഇപ്പം അതിൻ്റെ ടൂൾ ചെയിൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ പറയുന്നത് എന്താ, ലൈസൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ്. അപ്പം അതിൻ്റെ ഇവിടെ തന്നെ ഫ്ലട്ടർ ഡോട്ടർ ആ ലൈസൻസ് എന്നുള്ള കോപ്പി ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്താൽ റൺ ചെയ്യുമ്പോൾ കുറച്ച് നമ്മളോട് എസ് ഓർ നോ ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പം എന്ത് എസ് ഡി കെ പാക്കേജ് ലൈസൻസ് നോട്ട് അക്സെപ്റ്റഡ്, റിവ്യൂ ലൈസൻസ് ദാറ്റ് ഹാവ് ബി എക്സ്പെക്ട്. നമ്മൾ എസ് വൈ അടിച്ച് ഓക്കെ വൈ അടിച്ച് വിട്ടാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ലൈസൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഒന്നുകൂടെ നമ്മൾ ഫ്ലട്ടർ ഡോക്ടർ നോക്കാം ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ളത്.
ഓക്കെ, ഇപ്പം ക്രോമിൻ്റെയും വിഷ്വൽ സ്റ്റുഡിയോയുടെയും നോക്കണ്ട, നമ്മൾ അത് വലിയ കാര്യമുള്ള കാര്യമല്ല. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മളിവിടെ ഫ്ലട്ടറിൻ്റെ SDK ഫയലിൻ്റെ പാത്ത് നമ്മളിവിടെയും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഫ്ലട്ടർ എടുക്കുക. ഓക്കെ, അതിൽ നമ്മൾ സിക്കകത്തല്ലേ അത് എക്സ്ട്രാക്ട് ചെയ്ത്. ഓക്കെ, സി മുമ്പ് തൊട്ട് ബിൻ എടുക്കണ്ട, ജസ്റ്റ് സി എന്ന് പറഞ്ഞ് ഫ്ലട്ടർ എന്ന് പറഞ്ഞ് ജസ്റ്റ് അടിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോജക്റ്റിൻ്റെ പേര് ജസ്റ്റ് ഡെമോ എന്ന് കൊടുക്കാം. അടിക്കാം. ഫസ്റ്റ് ടൈം വേണ്ട കുറച്ച് ടൈം എടുക്കും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം ആൻഡ്രോ സ്റ്റുഡിയോയുടെ അപ്ഡേഷൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെയാണ്. നമ്മൾ പ്രോജക്റ്റിൻ്റെ റേഡ്മി ഇതിനകത്ത് സാധാ അറിയാലോ, നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുമ്പം ഒരു കൗണ്ടർ ആണ് പ്രോജക്റ്റ് വരുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇത് നടക്കുന്നത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ റൺ ചെയ്ത് നോക്കുന്നത് എൻ്റെ ബ്രൗസറിൽ തന്നെയാണ്. എഡിറ്റിനകത്ത് റൺ ചെയ്ത് നോക്കാം. കേസ് അങ്ങനെ റണ്ണായിട്ട് വരുന്നു. കേസ് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം ഇതിൽ ചെയ്തതിൽ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഫ്ലട്ടർ ഡോക്ടർ എന്ന് അടിക്കുമ്പം ഇവിടെ കാണിച്ചേനെ. മെയിനായിട്ടുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോമിൻ്റെയും വിഷ്വൽ സ്റ്റുഡിയോയുടെ ആവശ്യം അത് കാര്യമുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക.